ചോദിക്കട്ടെ, നിങ്ങളിൽ ആരെയും നോട്ടം ഇട്ടിരിക്കുന്ന ചോദിക്കട്ടെ. നീ ഒന്ന് ചുമ്മാ ഗൗരി, അയാൾ അയാളുടെ പാട്ടിന് പൊക്കോട്ടെ. അങ്ങനെ പാട്ടിന് പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മൾ അറിയണ്ടേ അയാൾ ആരുടെ പിന്നാലെ നടക്കുന്നതെന്ന്? വിട്ടെ, വീട്. ആരെയാ? നമ്പർ 1 സീത സീത. നമ്പർ 2 അമ്മു. നമ്പർ 3 ഗായത്രി. നമ്പർ 4 തുളസി. അയ്യോ എടി തുളസി, നിനക്കടി നറുക്ക് വീണിരിക്കുന്നത്. ഒന്ന് പോന്നുണ്ടോ ഇവിടുന്ന്? ഞാൻ പറഞ്ഞതാണോ? അയാൾ പറഞ്ഞതല്ലേ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്രേമിച്ചാ മതി. ചീന്നോ? ഗൗരിയർത്തി, ദേ കളി മതിയായിക്കോളൂ കേട്ടോ. മാധവേട്ടൻ വന്ന് കണ്ടാ മതി, അതോടെ എല്ലാം തീരും. മാധവേട്ടൻ എതിർത്താലോ എന്ന് ചോദിക്കാം. എന്റെ ഈശ്വര, ഇവൾക്കിത് എന്തിന്റെ വട്ടാ? മാധവൻ കുട്ടിയേട്ടനില്ലേ? ഹിറ്റ്ലർ ഹിറ്റ്ലർ. ഹിറ്റ്ലറോ? ആൾ എതിർത്താലോ? എന്ത് ചെയ്യും? എതിർത്താലോ ഫൈറ്റ് ചെയ്യും. മരണം വരെ ഫൈറ്റ് ചെയ്യും. മാധവേട്ടൻ ഇതേതാ ഈ പൈതലാൻ? ഈ ഗൗരിയുടെ ഒരു കാര്യം. ഇങ്ങ് പോരെ ചേച്ചി, അവൾ എന്തെങ്കിലും ആയിക്കോട്ടെ. അയ്യോ എന്നെ തല്ലല്ലേ, വേറൊന്നുമില്ല. എന്റെ സൈക്കിളിൽ ചെയിൻ തെറ്റിയതാണ്. എന്റെ വീടിന്റെ മുമ്പിൽ വരുമ്പോ നിന്റെ സൈക്കിളിന്റെ ചെയിനല്ല, മറ്റു പലതൊക്കെ തെറ്റൂടാ. കുട്ടി തേവാങ്കെ അടിക്കല്ലേ, ഞാൻ കോമ്പാറയിലെ മൂത്താൾ കൃഷ്ണനുണ്ണിയുടെ മോന ചന്തു. നിന്റെ അച്ഛനും അച്ഛന്മാരും പറഞ്ഞാണോ എന്റെ വീടിന്റെ മുമ്പിൽ ഒന്ന് വൃത്തിയോട് കാണിക്കാൻ? അയ്യോ അല്ലല്ല, അവരറിഞ്ഞ എന്നെ കൊന്നുകളയും. എന്നാൽ അവരല്ല. ഇനി നീ ഈ വീടിന്റെ വാതക്ക് വന്നാൽ നിന്നെ കൊല്ലുന്നവൻ ഞാനായിരിക്കും. ഇപ്പൊ നിന്നെ ഞാനൊന്നും ചെയ്യാതെ വിടുന്നത് നീ കോമ്പാറയിലാണെന്ന് കേട്ട് ഭയന്നിട്ടല്ല, അറച്ചിട്ട് പോടാ. ഓ ഒന്ന് പോടാ ഹിറ്റ്ലറെ, ധൈര്യം ഇങ്ങോട്ട് വേടാ.